ഹലോ ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്നുള്ള ഒരു കോഴ്സിനെ പറ്റിയാണ്. എൻ്റെ പേര് വിഷ്ണുകുമാർ PS. ഞാനായിരിക്കും ഈ ഒരു കോഴ്സ് ത്രൂ ഔട്ട് നിങ്ങളുടെ ഇൻസ്ട്രക്ടർ. അപ്പോൾ നമുക്ക് നേരിട്ട് എന്താണ് ഈ കോഴ്സിൽ കവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ടും നമ്മൾ രണ്ട് കാര്യങ്ങളായിരിക്കും പഠിക്കുന്നത്. ഒരു ബാക്ക് എൻഡ് ടെക്നോളജിയും പിന്നെ ഒരു ഫ്രണ്ട് എൻഡ് ടെക്നോളജിയും. ഇത് രണ്ടും ചേരുന്നതാണ് പ്രധാനമായിട്ടും നമ്മൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് കരിക്കുലം തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാവുന്നതാണ്. പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് .NET Core ആണ്. സെക്കൻഡ്ലി നമ്മൾ വരുന്നത് ഒരു ഫ്രണ്ട് എൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള ആംഗുലാറുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണിത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് താഴെ കാണാം. നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാവുന്നതാണ്. ഇനി ഈ കോഴ്സ് ആർക്കൊക്കെ ഉപയോഗപ്പെടും എന്നുള്ളതും കൂടെ ഒരു ബ്രീഫ് ഐഡിയ ഞാൻ തരാം. പ്രധാനമായിട്ടും ഒരു ബിഗിനർ ലെവലിലുള്ള ആൾക്ക് ഇത് വളരെ പ്രയോജനകരമായിരിക്കും. അത്യാവശ്യം ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് കോൺസെപ്റ്റുകൾ അറിയാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനി അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കൂടെ തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി തന്നെ അത് കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ത്രൂ ഔട്ട് വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, പിന്നെ കോഴ്സിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസുകളെല്ലാം ഞാൻ ഇതിനോടൊപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ബേസിക്കലി നിങ്ങൾ ഇങ്ങോട്ട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കോഴ്സ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാം. നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാം. ഇവിടെ കോഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ആദ്യത്തെ പേജിൽ കൊടുത്തേക്കുന്ന ടോപ്പിക്സുകളെല്ലാം ഇവിടെ കാണാം. ഓരോ ദിവസത്തെയും ടോപ്പിക്കുകൾ ഇവിടെ കാണും. നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. എന്തെങ്കിലും സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്യുകയും ചെയ്യാം. പെട്ടെന്നൊരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾക്ക് അറിയണം. ഇപ്പോൾ ഇഫ് കണ്ടീഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയണം, നിങ്ങൾക്ക് ഇഫ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അതുപോലെയാണ് ഞാനിത് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ പോവാം. അപ്പോൾ ഇതാണ് കോഴ്സ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവാം. താങ്ക് യു.